ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് വെൽക്കം ടു എ ന്യൂ വീഡിയോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല വെയിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വെഡ്ഡിങ്ങിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ കുറച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ റിസപ്ഷൻ്റെ ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊന്ന് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻറ്റ് ആൻഡ് ഓൾസോ റിസപ്ഷൻ്റെ ഡ്രസ്സ് ചെയ്ത ഒരു ഡിസൈനർ ഉണ്ട്, ചിന്നു എന്നാണ് പേര്. അപ്പോൾ ഓള് വഴി ഞാൻ കോണ്ടാക്റ്റ് വാങ്ങിച്ച് ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് അപ്പോൾ ആ കുട്ടിയാണ് എൻ്റെ ഡ്രസ്സ് ചെയ്യുന്നത് റിസപ്ഷന്. ഓൾസോ ഈ റിസപ്ഷൻ്റെ ഡ്രസ്സ് ഗ്രൂം സൈഡ് ആയതുകൊണ്ട് ഞാനിപ്പോൾ പോകുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഏച്ചി കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാളും കൂടിയാണ് പോകുന്നത്. ഞാൻ പരിചയപ്പെടുത്തി തരാൻ ഏച്ചീനെ, ഷാലു എന്നാണ് പേര്. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. നമുക്കിപ്പോൾ പോകേണ്ടത് ആക്ച്വലി ഇവളുടെ വീട്ടിലേക്കാണ്, അലവിലാണ് പോകേണ്ടത്. മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ എടുക്കണം, പിന്നെ കുറച്ച് കാര്യങ്ങളിൽ ഒരു കൺഫർമേഷനൊക്കെ കൊടുത്ത് ഫിക്സ് ചെയ്യണം ഇന്നത്തേക്ക്. പിന്നെ ഡ്രസ്സ് വാങ്ങാൻ പോയാൽ മാത്രം മതി. അപ്പം അങ്ങനെയുള്ള രീതിയിലാക്കിയിട്ട് വേണം ഇന്ന് വരാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ബസ്സിനാണ് പോകുന്നത്. 10:45 ബസ്സിന് ഞങ്ങൾക്ക് പോകണം. യെസ്, ഇപ്പം 10 കാലമായിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ അതായിരിക്കും ഇന്നത്തെ വീഡിയോ. ഞാൻ ഓൾറെഡി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഓൾമോസ്റ്റ് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, നമ്മൾ ഇതിനിടയ്ക്ക് പോയിട്ട് കളർ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. പരാഗ് പോയിട്ട് ഒരു സാമ്പിൾ എടുത്തിട്ട് വന്നു. ആദ്യം ഞാൻ ഒരു ലാവൻഡർ കളറായിരുന്നു ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്കെന്തോ നമ്മൾ ഉദ്ദേശിച്ച കളറാണ് പോയിട്ട് എനിക്ക് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ചേരാത്ത പോലെ തോന്നി. സോ നമ്മളൊന്ന് കളർ മാറ്റി പിടിച്ചു. വേറൊരു കളർ ഫിക്സ് ചെയ്തിട്ടില്ല. കളർ ഞാൻ പറയുന്നില്ല, അത് സർപ്രൈസ് ആയിട്ട് ഇരുന്നാണ്. ഓക്കെ, അപ്പം മേ ബി ഞാൻ ഈ വ്ളോഗ് ഈ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് ആ ഒരു രീതിയിൽ കട്ട് ചെയ്യും. എന്നിട്ട് പിന്നെ ലേറ്റർ വേറൊരു വ്ളോഗായിട്ട് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് ആയിട്ടിടാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ അങ്ങനെ വേറൊരു ദിവസം കൂടി ആഡ് ചെയ്തിട്ടോ അങ്ങനെ അങ്ങോട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവും. ഓക്കെ, യെസ്, അപ്പം അത്രയേ ഉള്ളൂ. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് വെഡ്ഡിങ് റിസപ്ഷൻ്റെ ഡ്രസ്സിൻ്റെതാണ്. സോ നമ്മൾ പോകാൻ പോകാം കേട്ടോ. അപ്പം ഈ വീഡിയോ എല്ലാവരും ഫുള്ള് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓൾസോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ എനിക്ക് കറക്റ്റ് ടൈം ബസ്സൊക്കെ കിട്ടി. ഞാൻ കണ്ണൂരൊക്കെ എത്തി. പ്രഭാത് ജംഗ്ഷനിൽ വെച്ച് മീറ്റ് ചെയ്യാമെന്നായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനാണ് ഫസ്റ്റ് എത്തിയത്. അപ്പോൾ ഞാൻ കുറച്ച് സമയം അവിടെ നിൽക്കുമ്പോഴത്തേക്കും ഏച്ചി വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ഷാലു. ഹലോ. അവിടുന്ന് നമ്മളൊരു ഓട്ടോ പിടിച്ചിട്ടാണ് അലവിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. നമുക്ക് പ്രോപ്പർ പ്ലേസ് അറിയാത്തതുകൊണ്ട് വെറുതെ ബസ്സിൽ പോയി സീനാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു ഓട്ടോ പിടിച്ചിട്ട് പോയി.
പ്ലെയിൻ ഫാബ്രിക്കോ താഴെ പ്ലെയിൻ അല്ല ഇതിന് ഇതുണ്ടല്ലോ റിസപ്ഷൻ നല്ലൊരു ബോഡി കുഷൻ്റെ വർക്ക് ഹാപ്പി തന്നെയാണ് എല്ലാം വേണമെങ്കിൽ ഒരു റേറ്റിൽ തന്നെ വേണം ഒരു ആപ്പിൾ ഷോപ്പ് ചെറിയൊരു വർക്കുണ്ട് അവിടെ ഇതും ചെയ്യുന്നില്ലേ ഇവിടെ വെച്ചിട്ട് അവിടെ വരുന്ന ഇത് രസമുണ്ടല്ലോ ഇതൊക്കെ എന്തെങ്കിലും സംഭവം ഈ ആപ്ലിക്കേഷൻ ബഡ് വർക്ക് സെപ്പറേറ്റ് ആയിട്ട് തീർത്തന്നെ ഡ്രസ്സ് എൻഗേജ്മെൻറ്റ് ഡ്രസ്സില്ലേ അതിനകത്ത് ഫുള്ള് അതേപോലെ ബഡ് വർക്ക് തന്നെ വരുന്നത് പ്രിൻസസ് ഇത് രസമുണ്ട് ഇതാണ് എൻ്റെ പ്രിൻസസ് ഇത് നമ്മളിവിടെ പ്ലെയിൻ ആയിട്ടുള്ളതാണ് പ്ലെയിൻ ഇവിടെ ഫ്ലവർ വരുമ്പോൾ അങ്ങനെയൊരു ആയിരിക്കും പിന്നെ ഇവിടെ ഫുള്ള് വർക്ക് വരുന്നതിനെക്കാട്ടിലും ബെസ്റ്റ് ഇവിടെ മാത്രം നോക്കുകയാണെങ്കിൽ ഇവിടെ ഫ്ലവർ ഇവിടെ ഫുള്ള് വർക്ക് വന്നിട്ട് ഇവിടെ ഫ്ലവർ വരുമ്പോൾ ആ വർക്ക് ആയിരിക്കും കുറച്ച് ലൈറ്റ് നോട്ടല്ലേ കുറച്ചധികം അതെ അതെ അതെ
അല്ല അത് അതിലുള്ള പോലെയല്ല എടുക്കാൻ പറഞ്ഞത്. കുറച്ച് ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട്. ആ അത് മതിയാവും. വലിയനെ വേണ്ട, അതാണല്ലേ അല്ലേ? കോളർ ഇതായിട്ട് വരുന്നതാ. ആ ഇത് വരുന്നതാണ്. സോ ഗായ്സ്, നമ്മൾ കാര്യങ്ങളൊക്കെ സംസാരിച്ച് സെറ്റാക്കി അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പം ഒരു നവംബർ ആ ഒരു മാസത്തിനുള്ളിൽ തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡിസംബറിലാണ് കല്യാണം വരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ നേരെ ട്രെൻഡ്സിലേക്കാണ് പോയത്. പ്ലാൻഡൊന്നും അല്ലായിരുന്നു, പോയാലോ എന്ന് പെട്ടെന്ന് ചോദിച്ചു, അങ്ങനെ പോയി. ജസ്റ്റ് ട്രയൽ റൂമിലേക്ക് കയറി കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി 2-3 ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ ഇറങ്ങി. അങ്ങനെ ഞങ്ങളെ പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഉച്ച സമയമായിട്ടുണ്ടായിരുന്നു. മെല്ലെ വിശന്നൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. സോ അവിടെ SM പാർക്ക് റോഡിൻ്റെ അവിടെ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റുകളുണ്ട്. അപ്പം മുന്നിൽ ഗെസ്സൽ കണ്ടപ്പോൾ വിചാരിച്ചു അവിടെ കയറാമെന്ന്. ഞാൻ ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു, ചേച്ചി പോയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെയാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ബിരിയാണിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്, സിംഗിൾ ബിരിയാണി, പിന്നെ ഒരു പൈനാപ്പിൾ ജ്യൂസും കുടിച്ചു. സോ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.